കുന്ദൻ ആഭരണം, കുന്ദൻ പാദസരം. കുന്ദൻ ആഭരണം കല്ലുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പരമ്പരാഗത ഇന്ത്യൻ ആഭരണമാണ്. വിവാഹങ്ങൾക്കും മറ്റു പ്രധാന അവസരങ്ങളിലും അണിയുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും ധരിക്കുന്ന വസ്ത്രത്തിനനുസരിച്ചും ഇത് നിർമ്മിക്കാവുന്നതാണ്. കുന്ദൻ പാദസരം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു. സാരി, സൽവാർ എന്നിവയ്ക്ക് ഇവ അനുയോജ്യമായിരിക്കും. നമുക്ക് തുടങ്ങാം. ലക്ഷ്യങ്ങൾ. ഈ പാഠാവസാനം നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നതാണ്. കുന്ദൻ പാദസരം നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ള ഉപകരണങ്ങളും വസ്തുക്കളും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. ഒരു ജോഡി കുന്ദൻ പാദസരം നിർമ്മിക്കുക. കുന്ദൻ പാദസരം നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ള ഉപകരണങ്ങളെ നമുക്കാദ്യം പരിചയപ്പെടാം. അവ താഴെ കൊടുക്കുന്നു. പ്ലെയറുകൾ, വയർ കട്ടർ. കുന്ദൻ പാദസരം നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗിയർ വയർ, സിംഗിൾ ഡയമണ്ട്, മുത്തുകൾ, ക്രിസ്റ്റൽ മുത്തുകൾ, സ്റ്റോപ്പർ ബീഡുകൾ, ഹുക്കും ലൂപ്പും, കട്ടിയുള്ള കോട്ടൺ നിർമ്മിതമായ ബീഡിംഗ് മാറ്റ്. നടപടി 1. ഗിയർ വയർ മുറിക്കുക. വയർ കട്ടർ ഉപയോഗിച്ച് ആവശ്യമുള്ള നീളത്തിൽ ഗിയർ വയറിനെ മുറിക്കുക. പാദസരം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഗിയർ വയറിന്റെ നീളം പൊതുവെ 16 ഇഞ്ചായിരിക്കും. നടപടി 2. വയറിനെ അധികം മുറുക്കാതെ കെട്ടുക. അധികം മുറുക്കാതെ വയറിനെ ഒരറ്റത്ത് കെട്ടുക. സ്റ്റോപ്പർ ബീഡും ഹുക്കും ഇടാതെ വയറിന്റെ ഒരറ്റത്ത് നമ്മൾ കെട്ടുന്നത് ആവശ്യമെങ്കിൽ ഡിസൈനിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ചെയ്താൽ ഡിസൈൻ നമ്മുടെ ഇഷ്ടാനുസരണം സ്വാതന്ത്ര്യത്തോടെ നിർമ്മിക്കാനും കഴിയും. നടപടി 3. ടേബിളിൽ ബീഡിംഗ് മാറ്റ് വയ്ക്കുക. ജോലി എടുക്കുന്ന ടേബിളിൽ ബീഡിംഗ് മാറ്റ് വയ്ക്കുക. നടപടി 4. ബീഡിംഗ് മാറ്റിൽ ഡിസൈൻ വയ്ക്കുക. പാദസരത്തിന് നിശ്ചയിച്ചിരിക്കുന്ന ഡിസൈൻ ബീഡിംഗ് മാറ്റിൽ വയ്ക്കുക. നടപടി 5. ഏറ്റവും മുകളിലത്തെ വരിയിൽ സിംഗിൾ ഡയമണ്ടും മുത്തുകളും കോർക്കുക. ഏറ്റവും മുകളിലത്തെ വരിയിൽ ഡയമണ്ടും മുത്തുകളും കോർക്കുക. കോർത്തു കഴിഞ്ഞാൽ ഗിയർ വയറിന്റെ ഒരറ്റത്ത് ഒരു കെട്ടുണ്ടാക്കുക. നടപടി 6. വേറൊരു ഗിയർ വയർ മുറിച്ച് എന്നിട്ടതിലും കെട്ടുക. വേറൊരു ഗിയർ വയർ മുറിച്ച് അതിന്റെ അറ്റത്തും മുറുക്കാതെ കെട്ടിടുക. നടപടി 7. താഴത്തെ നിരയിൽ സിംഗിൾ ഡയമണ്ടുകളും ക്രിസ്റ്റൽ ബീഡുകളും കോർക്കുക. സിംഗിൾ ഡയമണ്ടിന്റെ താഴെ ഇടവിട്ട് ക്രിസ്റ്റൽ ബീഡുകൾ കോർക്കുക.
കോർത്തു കഴിഞ്ഞാൽ ഗിയർ വയറിന്റെ മറുഭാഗത്ത് ഒരു കെട്ടുണ്ടാക്കുക. നടപടി 8. ഇനി രണ്ട് ഗിയർ വയറുകളുടെയും രണ്ടറ്റത്തും സ്റ്റോപ്പർ ബീഡും ഹുക്കും യോജിപ്പിക്കുക. ആദ്യം വയറിലെ കെട്ടഴിക്കുക. ഒരു സ്റ്റോപ്പർ ബീഡിലൂടെയും അതിനുശേഷം ഹുക്കിലൂടെയും രണ്ട് ഗിയർ വയറുകളും കടത്തുക. അതിനുശേഷം വയറിനെ തിരിച്ച സ്റ്റോപ്പർ ബീഡിലൂടെ കടത്തുക. വയറിനെ വലിച്ചു മുറുക്കിയ ശേഷം സ്റ്റോപ്പർ ബീഡിനെ പ്ലെയർ ഉപയോഗിച്ച് അമർത്തുക. വയർ കട്ടർ ഉപയോഗിച്ച് അധികമുള്ള വയർ മുറിച്ചു കളയുക. മറുഭാഗത്തുള്ള ലൂപ്പിലും ഇതേ പ്രവൃത്തി ആവർത്തിക്കുക. ഇതോടെ ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. കുന്തൻ പാദസരം നിർമ്മിക്കാൻ നമ്മൾ പഠിച്ചിരിക്കുന്നു. പ്രധാന നടപടികൾ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. നടപടി 1. ഗിയർ വയർ മുറിക്കുക. നടപടി 2. വയറിനെ അധികം മുറുക്കാതെ കെട്ടുക. നടപടി 3. ടേബിളിൽ ബീഡിംഗ് മാറ്റ് വയ്ക്കുക. നടപടി 4. ബീഡിംഗ് മാറ്റിൽ ഡിസൈൻ വയ്ക്കുക. നടപടി 5. ഏറ്റവും മുകളിലത്തെ വരിയിൽ സിംഗിൾ ഡയമണ്ടും മുത്തുകളും കോർക്കുക. നടപടി 6. വേറൊരു ഗിയർ വയർ മുറിച്ച് എന്നിട്ടതിലും കെട്ടുക. നടപടി 7. താഴത്തെ നിരയിൽ സിംഗിൾ ഡയമണ്ടുകളും ക്രിസ്റ്റൽ ബീഡുകളും കോർക്കുക. നടപടി 8. ഇനി രണ്ട് ഗിയർ വയറുകളുടെയും രണ്ടറ്റത്തും സ്റ്റോപ്പർ ബീഡും ഹുക്കും യോജിപ്പിക്കുക. സംഗ്രഹം: കുന്തൻ പാദസരം നിർമ്മിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. നന്ദി.